ജനാധിപത്യപരമായ രീതിയിലാണോ എന്ന് പ്രതിഷേധിച്ചത്? നിയമം കയ്യിലെടുത്തില്ലേ? കല്ലേറുണ്ടായി, വണ്ടികൾ കത്തിച്ചു, എല്ലാം നടന്നു. അത് കാരണമാണ് വെടിവെപ്പ് ഉണ്ടായത്. വെറുതെ വെടിവെപ്പില്ല ചെയ്യില്ലായിരുന്നു. എനിക്കത് മനസ്സിലാക്കി. ഇപ്പൊ പറയുന്ന നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ അല്ലേ, അവിടുന്നാണല്ലോ ഡാറ്റ വരേണ്ടത്, എത്ര പേര് കൊല്ലപ്പെട്ടു ഒരു കൊല്ലം. അതിലെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ സംഭൽ എന്നാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളാണ്, അല്ലെങ്കിൽ RSSകാരാണ് കൊന്നതെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നാഷണൽ ക്രൈം ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് NCRBയുടെ ക്രൈം റെക്കോർഡ്സ് ഞാനും ആക്സസ് ചെയ്യാറുണ്ട് ഒരു ജേർണലിസ്റ്റ് ആയ കാരണം. എവിടെയും അങ്ങനത്തെ ഒരു ഡാറ്റ ഉണ്ടാവില്ല. ഒരു ഹിന്ദു ആണോ മുസ്ലിം ആണോ ആ ഡാറ്റ ഉണ്ടാവില്ല. അത് കുറച്ച് ഡീപ് ഡൈവ് ചെയ്താലേ കിട്ടുള്ളൂ ആ ഡാറ്റ. ഇല്ല, ഞാൻ പറയട്ടെ എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. ഈ കാര്യം ഒരു അലിഗേഷൻ ചെയ്യുമ്പോൾ അതിനൊരു പ്രൂഫ് വേണം. ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട മുസ്ലിംസ് ആണ്. ആ ഡാറ്റ എവിടുന്ന് കിട്ടി? ഈ ഗുജറാത്ത് റൈറ്റ്സിനെ പറ്റി പറഞ്ഞപ്പോ ഗോദ്രയെ പറ്റി മിണ്ടുന്നില്ലല്ലോ. അവിടെയാണ് നടന്നത്. ആ ആൾക്കാർ ശിക്ഷിച്ചപ്പെട്ട് ഇപ്പോഴും ജയിലിൽ. അല്ല, അതെന്താ പറയാണ്ടിരുന്നത്? ഗുജറാത്ത് കലാപം ഞാൻ പറയട്ടെ, ഞങ്ങൾ അതിന് മുമ്പെടുക്കും. ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഹൈദരാബാദിൽ നടന്ന കൊലപാതകങ്ങള് അത് NT രാമാറാവിന്റെ സമയത്ത് തൊട്ടുണ്ട്. ഒറ്റ പാർട്ടിയാണ് അവിടെ നടത്തിയ കൊലപാതകം. ഞാൻ ആ പാർട്ടിയുടെ പേരെടുക്കുന്നില്ല, എല്ലാവർക്കും അറിയാം ആരാണെന്നത്. OWൈസിയുടെ പാർട്ടിയാണ്. പക്ഷെ അത് ഞങ്ങൾ അതിനെ പറ്റി വലിയ ഇഷ്യൂ ഉണ്ടാക്കില്ല. അത് NTR ശരിക്കും ഹാൻഡിൽ ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഓരോരോ നെല്ലി മാസക്കർ തൊട്ട് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ടൈം തൊട്ട് രാജീവ് ഗാന്ധിയുടെ സമയം തൊട്ട് 3400 സിഖുകാരെ കൊന്നപ്പോ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? ഒരു വലിയ മരം വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നു. ഇതാണ് ലോജിക്ക്. അതേ ഞാൻ പറയട്ടെ, ഇപ്പൊ എത്ര വലിയ വലിയ കാര്യങ്ങൾ ഓരോ ഞാൻ കണക്കെടുത്ത് പറയാൻ വേണമെങ്കിൽ ഇതിന് എത്ര റയറ്റ്സ് നടന്നിട്ട് പറയും, എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഈ പറഞ്ഞ മാതിരി യോഗി ആദിത്യനാഥിനെ മാത്രമേ പിടിക്കൂ. കേരളത്തിൽ നടന്നു മിണ്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. കേരളത്തിൽ അവിടെ RSSകാരെ കൊല്ലും, ബാക്കിയുള്ളവരെ കൊല്ലും, അതൊന്നും മിണ്ടില്ല. മാറാട് നടന്ന കാര്യം നമുക്ക് പിന്നെ എടുത്തിടാൻ വേണമെങ്കിൽ അതും വേണമെങ്കിൽ. അതില് വലിയ ഹിസ്റ്ററി ഉണ്ട് ഇതിന് പിന്നിലൊക്കെ. ഈ പറയുമ്പോൾ ഞങ്ങൾ ആരെയും കൊല്ലില്ല, ഞങ്ങളെയാണ് വന്ന് കൊല്ലണം, അത് ശരിയല്ല. ശരിയാണ്, രണ്ട് സൈഡിൽ നിന്നുണ്ട്. പക്ഷെ ബംഗ്ലാദേശിനെ കുറിച്ചാണ് നമ്മളിപ്പോ വർത്താനം പറയുമ്പോൾ അതിന്റെ ഷിഫ്റ്റിംഗ് ദ ഗോൾ പോസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് മാറ്റി ബംഗാളിലേക്ക് കൊടുന്നു. ബംഗാളും മമതാ ബാനർജി എന്ന് പറയുന്നുണ്ട് ബംഗ്ലാദേശികൾ വന്നാണ് അവിടെ കുഴപ്പമുണ്ടാക്കിയെന്ന്. പിന്നെ എന്ത് പ്രൂഫാ വേണ്ടത് നിങ്ങൾക്ക്? എന്നിട്ട് പറഞ്ഞു ബജ്രംഗ് ദളുകാർ മോട്ടോർ സൈക്കിൾ വന്നു. അത് രാജസ്ഥാനിലെ ഒരു പിക്ചറായിരുന്നു, രാജസ്ഥാനിലെ ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഇതാണ് നിങ്ങളൊരു കൊലപാതകം നടക്കുമ്പോൾ, ഒരു റയറ്റ്സ് നടക്കുമ്പോൾ ഗാസയെ പറ്റി എത്ര വലിയ കാര്യങ്ങൾ പറയുന്നു. എവിടെയോ കിടക്കുന്ന ഒരു ഗാസയെ പറ്റി സേവ് ഗാസ, സേവ് റഫ, സേവ് ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ് ഇന്നൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരു പോസ്റ്റ് പിടിച്ച് നിന്നുണ്ടോ? ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആകെ കണ്ടെങ്കിൽ ഇന്നത്തെ ട്വീറ്റ് ജയറാം രമേശിന്റെ അടുത്തായിരുന്നു. അത് വലിയൊരു ട്വീറ്റ്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാറിന്റെ ഒന്നും പറയാണ്ട്. ഇതാണ് ഇവർക്ക് പേടി. നമുക്ക് അറിയാം. എന്നിട്ടാണ് ഇവർ മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നത്. മതേതരത്തിന്റെ ഡെഫിനേഷൻ ആരെങ്കിലും എനിക്കിത് പറഞ്ഞു തരാൻ മാനിയിലെ? ഈ ഡെഫിനേഷൻ വന്നേക്കുന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ്. ഹൗസ് ഓഫ് ലോർഡ്സിലെ പള്ളിയും പോളിറ്റിക്സും തമ്മിൽ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നാണ് സെക്യുലറിസത്തിന്റെ ഡെഫിനേഷൻ. പക്ഷെ ഇന്ത്യയിലെ ഡെഫിനേഷൻ എന്താ? സെക്യുലറിസം ഹിന്ദു എന്തെങ്കിലും പറഞ്ഞാൽ കമ്മ്യൂണൽ ആവും, ഹിന്ദുക്കൾ ബാക്കിയുള്ള നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കമ്മ്യൂണൽ, അത് സെക്യുലർ അല്ല. ഞങ്ങളെല്ലാം സെക്യുലർ ആണ്, ഹിന്ദുക്കൾ സെക്യുലർ. ഇതാണ് സെക്യുലറിസത്തിന്റെ ഡെഫിനേഷൻ. എനിക്ക് ചിലപ്പോൾ ചെയ്തു തോന്നും, നമ്മുടെ നാട്ടിലെ VD സതീഷനോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷൊക്കെ പറയും ഞങ്ങൾ മതേതരത്വം. എന്ത് മതേതരത്വം? നിങ്ങൾ ഈ വോട്ടിന് വേണ്ടിയുള്ള മുനമ്പത്ത് പോയി നിങ്ങൾ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്ത് ഒരു വാക്കുമിണ്ടില്ല ഹിന്ദുക്കളൊക്കെ വന്നപ്പോൾ ബംഗ്ലാദേശ്, അപ്പൊ അവിടെ പോയി നിങ്ങൾ സേവ് ഗാസിയും സേവ് റഫേക്ക്. ഇതാണ് മനസ്സിലാവാത്തത്. തീവ്രവാദികൾ ഓരോ ആക്ഷൻ ചെയ്യുമ്പോൾ സദ്ദാം ഹുസൈന് സദ്ദാം തൂക്കിക്കൊന്നപ്പോ ബന്ദ് നടത്തിയ നാടാണ് കേരളം. അത് മറക്കണ്ട നമ്മള്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഇത്. ഈ പറഞ്ഞ മാതിരി ഹിന്ദുക്കൾക്ക് ഞാൻ പറഞ്ഞു വേറൊരു വാക്കും പറയണ്ട. കാഫിർ എന്ന വാക്കിന്റെ മീനിങ് ഈ മുസ്ലിം ലീഗിന്റെ സ്പോക്സ് പേഴ്സൺ അവിടെ എന്ന് പറഞ്ഞു തരും. കാഫിർ എന്ന് തന്നെ ആരാണെന്ന് പറഞ്ഞുതരാൻ പറ്റും. കാഫിറിന്റെ കൂടെ എന്താ ചെയ്യേണ്ടതെന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കുന്നത് അതും കൂടി പറഞ്ഞാൽ നന്നായി. എനിക്ക് സംസാരിക്കാൻ സമയം തരൂ. അല്ല, സമയം തരാം. ഷാക്കിർ, ഒറ്റ കാര്യം. ഷാക്കിർ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് കേട്ടോ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയല്ല. ആ രീതിയിലാണ് താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ എനിക്ക് സംസാരിക്കാൻ സമയം തരാന്നുള്ളൊരു മര്യാദയാണ് നിങ്ങൾ കാണിക്കുക. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ പിന്നെ പ്രിയപ്പെട്ട സുമേഷ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്
ഒന്ന് നിങ്ങൾ ഈ വഖഫ് കാഫിർ ഇങ്ങനെയുള്ള ചില വാചകങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എൻ്റെ ഈ ജനൻ ടി വിയിൽ ഞാൻ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളുടെ ടൈറ്റിലും അതുപോലെ പരാമർശങ്ങളും വളരെ എന്താ പറയാ ഈ വിഷം കലക്കുന്നതാണ്. അതിൽ നിന്ന് ഇതിന്റെ പ്രേക്ഷകരെ തിരുത്തണമെന്ന ആഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാണ് ശ്രീ അനിൽ നമ്പ്യാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഹിന്ദുക്കൾക്ക് ജീവിക്കണ്ടേ എന്നുള്ളതാണ് ഒരു മിനിറ്റ് കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു മിനിറ്റ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് എല്ലാ മനുഷ്യരും ജീവിക്കണ്ടേ? 145 കോടി ജനങ്ങളിൽ 120 കോടി ജനങ്ങളും ഹൈന്ദവ മതവിശ്വാസികളാണ്. 20 കോടി മുസ്ലിംകളും വളരെ കുറച്ച് ക്രൈസ്തവരും ഒക്കെ ഉള്ള ഒരു നാടാണ്. ഇവിടെ മതം തിരിച്ച് നിങ്ങൾ ലേബൽ ഒട്ടിക്കല്ലേ? അങ്ങനെ ഒട്ടിക്കാൻ പാടുണ്ടോ? നിങ്ങൾ 3 പേര് ബംഗാളിൽ കൊല്ലപ്പെട്ടാൽ ഞാൻ ആവർത്തിച്ച് പറയാൻ കേട്ടോ, നിങ്ങൾ കേൾക്കണ്ടാവുന്ന ആവർത്തി ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഒരു മനുഷ്യരെയും കൊല്ലാൻ പാടില്ല. അത് പാതകമാണ്, പാപമാണ്. അത് ഇസ്ലാം ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ അദ്ദേഹം പറഞ്ഞ ഒരു കാഫിർ എന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. മതത്തിൽ വിശ്വസിക്കാത്തവനാണ് കാഫിർ. അതായത് ഇസ്ലാം വിശ്വസിക്കാത്തവൻ കഫറ അല്ല അതിന്റെ കൃത്യമായ കഫറ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. നിഷേധിച്ചു എന്നാണ്. അതായത് മതത്തിൽ വിശ്വസിക്കാത്തവൻ എന്നേ അതിനർത്ഥമുള്ളൂ. അതിനെയാണ് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതിന് CPM കൂടി അതിപ്പോ വടകരയിൽ അതായത് നമ്മൾ അതിന്റെ മലയാള അർത്ഥം നിഷേധി അല്ലെങ്കിൽ നിഷേധിച്ചവൻ എന്നാണ്. അതായത് ആ മതത്തിൽ പെടാത്തവൻ അതൊരു തെറ്റായ മോശമായ പദമല്ല. നിങ്ങൾക്ക് ഡിക്ഷണറി ഇല്ലേ? അറബിക് ഡിക്ഷണറിയിൽ ഒന്ന് അടിച്ചു നോക്കൂ എന്താണ് കാഫിർ കഫറ എന്നുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് CPM ഒരു മിനിറ്റ് ഞാൻ ഞാൻ പറയാൻ സമ്മതിക്കും പ്ലീസ്. നിങ്ങൾ ചോദിച്ച മറുപടി പറഞ്ഞല്ലോ. ഇനി ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അല്ല ചോദിച്ചോളി.